നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സകൾക്കുള്ള പ്രാധാന്യത്തെ പറ്റിയാണ് സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിൽ നമ്മൾ ആചരിക്കേണ്ടതായ ആഹാരവിഹാരങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ശരീരവും ഒപ്പം മനസ്സും ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. മനസ്സ് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവുമുള്ള ഒരാളിനെ മാത്രമേ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായ വ്യക്തി എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കർക്കിടക മാസം പൊതുവെ അഗ്നിബലം കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ദഹിക്കാൻ പാടുള്ള മാംസാഹാരങ്ങളൊക്കെ ഒഴിവാക്കി ലഘുവായതും ചൂടുള്ളതുമായ ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴകിയതും ഫ്രിഡ്ജിൽ വെച്ചതുമായ ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി അതാത് ദിവസം പാകം ചെയ്തെടുക്കുന്ന ആഹാരങ്ങൾ ചൂടോടുകൂടി കഴിക്കുന്നതാവും ഉത്തമം. അതുപോലെ തൈര്, പച്ചമോര് എന്നിവയുടെയൊക്കെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് കാച്ചിയ മോര് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെളുത്തുള്ളിയുടെ ഉപയോഗം അമിതമാകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിഴങ്ങ്, പരിപ്പ്, ചീനി മുതലായ വാതകോപകാരികളായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. തവിടപ്പം, തേൻ, ആട്ടിൻ സൂപ്പ് തുടങ്ങിയവയൊക്കെ കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം. വെള്ളം കുടിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ജലജന്യ രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ ചെറു ചൂടോടുകൂടി വെള്ളം ദിവസം മുഴുവൻ കുടിക്കുന്നത് നമ്മളുടെ ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിനും സഹായകരമാണ്. വെള്ളം തിളപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ആണെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് തുവരയുടെ ഇലയോ അല്ലെങ്കിൽ തുളസി ഇലയോ ഒക്കെ ഇട്ട് തിളപ്പിക്കാവുന്നതാണ്. മുതിർന്നവർക്ക് ചുക്കോ അയമോദകമോ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. അതുപോലെ കർക്കിടക മാസത്തിൽ പകലുറക്കം വർജിക്കുക. സാധാരണയിൽ കവിഞ്ഞുള്ള അമിതമായ ശാരീരിക അധ്വാനവും വ്യായാമങ്ങളും ഒക്കെ ഒഴിവാക്കുക. ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. കർക്കിടക മാസം പകർച്ചപ്പനികളുടെ ഒരു കാലം കൂടിയാണ്. അതിനാൽ 1 ടീസ്പൂൺ ഷഡംഗ ചൂർണം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് അരിച്ച് ദിവസം മുഴുവൻ ദാഹശമനത്തിനായി ഉപയോഗിക്കുന്നതും പകർച്ചപ്പനി പ്രതിരോധത്തിന് വളരെ നല്ലതാണ്. കർക്കിടക മാസം സാംക്രമിക രോഗങ്ങളുടെ കാലം കൂടി ആയതിനാൽ നമ്മളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം അപരാജിത ധൂപചൂർണം ഉപയോഗിച്ചോ ഗുഗ്ഗുലു, കടുക്, വെളുത്തുള്ളി, ആര്യവേപ്പ്, എരിക്ക് ഇവയൊക്കെ വെച്ച് പുകയ്ക്കുന്നതും നമ്മുടെ അന്തരീക്ഷം ശുദ്ധമാകുന്നതിനും അണുവിമുക്തമാകുന്നതിനും വളരെ സഹായകരമാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പവും ജലാംശവും ഒക്കെ ശിരോചർമ്മത്തിലും താരനും മറ്റ് അണുബാധകളും ഒക്കെ ഉണ്ടാവാൻ കാരണമാകാറുണ്ട്. അതിനാൽ ഈ അണുബാധകൾ തടയുന്നതിനായിട്ട് നമുക്ക് ഹെർബൽ താളികളും എണ്ണകളും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധകളെ ചെറുക്കാനായിട്ടും സോപ്പിന് പകരം പയറുപൊടിയിൽ അല്പം മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്.